ഹലോ, അങ്ങനെ എല്ലാവർക്കും ബന്ധു സിത്താര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ 2026 നമ്മുടെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതെ, ശംഖുപുഷ്പം ടീ. ശംഖുപുഷ്പത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഒപ്പം തന്നെ അതിൽ വളരെ അധികം മറ്റ് മിനറൽസും ധാതുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ശംഖുപുഷ്പം വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കാം. ഇതിനാവശ്യമായത് ശംഖുപുഷ്പം, ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശംഖുപുഷ്പമാണ്, ചെറുനാരങ്ങ, ഒരൽപ്പം തേൻ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് കൃത്യം ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. ഇപ്പോൾ അതാ നമ്മൾ വെച്ച വെള്ളം ഏതാണ്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലവർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് 2 ഫ്ലവറാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പ്രാണികളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ പൂവാണ്. അത് വെള്ളത്തിലേക്ക് നമുക്ക് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ കേട്ടോ. ഇത് വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, പൂവിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ചായയുടെ കളർ തന്നെ മാറി വരുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ കളറായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലൊരല്പം ചെറുനാരങ്ങ നീര് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറും. പിന്നെ ഇത്രയും തിളച്ചിരിക്കുന്ന സമയത്ത് തേൻ ചേർക്കരുത്. ചൂട് ചെറുതായി ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാൻ പാടുള്ളൂ. ഇതാ ഇപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഇത്തിരി ചെറുനാരങ്ങ, ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടു ചായയുടെ കളർ മാറിയത്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ ഒരു സ്പൂൺ തേൻ കൂടി ചേർക്കാം. ഇപ്പോൾ ഇത് ഈ ചായ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തേനൊക്കെ ഇതിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഓവറോൾ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.